ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. അതിലെ മോഡ്യൂൾ 1 ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മോഡ്യൂൾ 1 നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്താണ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളുണ്ട് മെട്രിക്സിന്റെ. അതല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിലൊരു ടോപ്പിക്കാണ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. എങ്ങനെയാണ് ഐഗൻ വാല്യൂ മെഷർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഐഗൻ വാല്യൂവിൽ നിന്നാണ് നമുക്ക് എല്ലായ്പ്പോഴും ഐഗൻ വെക്ടർ മെഷർ ചെയ്യേണ്ടി വരിക. അപ്പോൾ എങ്ങനെയാണ് ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക, ഫൈൻഡ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 5 4 1 2. ഓക്കെ, സോ അങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ഏതൊരു മെട്രിക്സിന്റെയും ഐഗൻ വാല്യൂസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഏതൊരു മെട്രിക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a minus lambda I equal to 0. Determinant of a minus lambda I is equal to 0 എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവും. എപ്പോഴും ഐഗൻ വാല്യൂ ഐഗൻ വെക്ടറും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തരുന്നത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. സോ ഈ സ്ക്വയർ മെട്രിക്സിന്റെ എന്ത് കാണണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് മെട്രിക്സ് മാറ്റി അതിന് എന്താക്കിയാൽ മതി? ഡിറ്റർമിനന്റ് ആക്കിയാൽ മതി. അത് ആദ്യം ചെയ്യേണ്ട കാര്യം. മെട്രിക്സ് മാറ്റി ഡിറ്റർമിനന്റ് ആക്കി. ഓക്കെ, എന്നിട്ട് ഡയഗണൽ എലമെന്റ്സിൽ മൈനസ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഡിറ്റർമിനന്റ് മെട്രിക്സ് മാറ്റി ഡിറ്റർമിനന്റ് ആക്കി, എന്നിട്ട് ഡയഗണൽ എലമെന്റ്സിൽ അഡീഷണൽ ആയിട്ട് ഒരു മൈനസ് ലാംഡ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5 മൈനസ് ലാംഡ 4 then 1 2 മൈനസ് ലാംഡ. ഓക്കെ, 5 മൈനസ് ലാംഡ 4 1 then എന്താണ് 2 മൈനസ് ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എലമെന്റ്സിൽ ജസ്റ്റ് മൈനസ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. സോ അതിന്റെ നമ്പറിന്റെ കൂടെ മൈനസ് ലാംഡ 5 മൈനസ് ലാംഡ 4 1 2 മൈനസ് ലാംഡ. എന്നിട്ട് സാധാരണ എന്ത് കാണുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് പോലെ എക്സ്പ്രഷൻ എഴുതുക. എങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ സെയിം രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. 5 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 1 ഇൻറ്റു 4, അത് എത്രയാണ്? 4 ഈക്വൽ ടു 0. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10 മൈനസ് 5 ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0. ഓക്കെ, ഇതിനെ ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ മൈനസ് 5 ലാംഡ മൈനസ് 2 ലാംഡ എത്രയാണ് വരിക? മൈനസ് 7 ലാംഡ. ഓക്കെ, ദെൻ 10 മൈനസ് 4 എന്താണ്? 10 മൈനസ് 4 പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് ഫോം ചെയ്യുന്ന എന്ത് ഇക്വേഷൻ ആണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ഫോം ചെയ്തത്. ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യണം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയ്ക്ക് കിട്ടുന്ന വാല്യൂസ്, എത്ര വാല്യൂസ് ആയിരിക്കും നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കിട്ടുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഓക്കെ, അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ ചെയ്യാം. സോ ഇവിടെ ചെയ്യുന്നത് ലാംഡ, രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്, രണ്ട് നമ്പേഴ്സ്, ഏതോ രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് -7, അതുപോലെ പ്രോഡക്റ്റ് +6 കിട്ടത്തക്ക രീതിയിൽ ഏതെല്ലാം നമ്പേഴ്സിന്റെ കോമ്പിനേഷൻസ് വരാം അത് നമ്മൾ നോക്കുകയാണ്. സോ അങ്ങനെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് +6ഉം സമ്മ് -7ഉം കിട്ടത്തക്ക രീതിയിൽ ഇതാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ലാംഡ -1 ഇൻറ്റു ലാംഡ -6 ഈക്വൽ ടു 0. അതായത് -1ന്റെയും -6ന്റെയും സം എടുക്കുമ്പോൾ കിട്ടുന്നത് -7 ആണ്. -1ഉം -6ഉം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? +6 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 ആൾസോ ലാംഡ ഈക്വൽ ടു 6. സോ ലാംഡയുടെ വാല്യൂസ് 1ഉം 6ഉം എന്ന് കിട്ടും. ഈ കിട്ടിയ രണ്ട് ലാംഡയുടെ വാല്യൂസിന് പറയുന്ന പേരാണ് ഐഗൻ വാല്യൂസ്. ഇതാണ് ഐഗൻ വാല്യൂ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ലാംഡയ്ക്ക് കിട്ടിയ രണ്ട് വാല്യൂസിനെയാണ് ഞാൻ പറയുന്ന പേര് എന്ത് പേര്?
ഐഗൺ വാല്യൂസ്. ഇനി ഈ ഐഗൺ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഐഗൺ വെക്ടർ കണ്ടുപിടിക്കേണ്ടത്. സോ അതെങ്ങനെയാണ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഐഗൺ വാല്യൂസ് കിട്ടി, ലാംഡയുടെ വാല്യൂ 1, ലാംഡയുടെ വാല്യൂ 6. ആദ്യം ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ ആദ്യം കൺസിഡർ ചെയ്യുക. മാക്സിമം അസെൻഡിങ് ഓർഡറിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ ഏറ്റവും ചെറിയ ഐഗൺ വാല്യൂ ആയ ലാംഡ ഈക്വൽ ടു 1 കൺസിഡർ ചെയ്യണം. സോ കൺസിഡർ ലാംഡ ഈക്വൽ ടു 1. ലാംഡ 1 കൺസിഡർ ചെയ്തിട്ട് ഈ എഴുതിയിരിക്കുന്ന ഡിറ്റർമിനന്റ് ഇവിടെ ലാംഡയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. എന്നിട്ട് അതിനെ മെട്രിക്സ് ആക്കി മാറ്റുക. സോ 5 - 1 അതെന്താണ്? 4. ദെൻ ഇവിടെ 4 തന്നെയാണ്, 4 ഇവിടെ 1 തന്നെയാണ്, ഇവിടെ 2 - 1 1 ആണ്. സോ 1 1 ഇൻറ്റു ഇവിടെ ഇപ്പൊ എന്ത് മെട്രിക്സ് ആണ്? 4 4 1 1. ഇത് എന്ത് മെട്രിക്സ് ആണ്? 2/2 മെട്രിക്സ് ആണ് അല്ലെ? സ്ക്വയർ മെട്രിക്സ് ആണ്, 2/2 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2/2 മെട്രിക്സ് ആണെങ്കിൽ അവിടെ 2 വേരിയബിൾ ജസ്റ്റ് എടുക്കുക, എക്സ് വൈ. 3/3 ആണെങ്കിൽ നമുക്ക് 3 വേരിയബിൾ എടുക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ 2/2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ ഇക്വേഷൻ ഫോം ചെയ്യാം. 4x + 4y = 0. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ x + y = 0. ഓക്കെ അല്ലേ? ഈ രണ്ട് വെക്ടേഴ്സും സെയിം ആണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസും എന്താണ്? സിംബോളിക്കലി സെയിം ആണ്. കാരണം എന്താ? ഈ ആദ്യത്തെ ഇക്വേഷന് 4 കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടില്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലോ. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ കിട്ടില്ലേ? രണ്ട് സൈഡിലും, അത് ലെഫ്റ്റ് സൈഡിലായാലും റൈറ്റ് സൈഡിലായാലും. ശരിയല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഞാനിപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് ഇതിൽ നിന്ന് x = എനിക്ക് എന്താ എഴുതാം? -y എന്ന് എഴുതി കൂടെ? x = -y എന്ന് എഴുതി കൂടെ? എന്നിട്ട് ഇതിന്റെ റേഷ്യോസ് സെലക്ട് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്? ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് റേഷ്യോ സെലക്ട് ചെയ്യുന്നത്? അതായത് ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താണ്? -1. അതിനെ ഇങ്ങ് താഴെ കൊണ്ടുവരികയാണ്, ഡിവൈഡഡ് ബൈ x / -1 ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താണ്? 1. ആ 1നെ ഇങ്ങ് താഴെ കൊണ്ടുവരിക, 1. ഓക്കെ അല്ലേ? x / -1 ആൾസോ y ഡിവൈഡഡ് ബൈ 1. അങ്ങനെയാണെങ്കിൽ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്, ആദ്യത്തെ ഐഗൻ വെക്ടർ ക്യാപിറ്റൽ X1 എന്ന് പറയുന്നത് ഈ രണ്ട് എലമെന്റ് അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി, -1 1. ഇത്രയേ ഉള്ളൂ. ഐഗൻ വെക്ടർ ലാംഡ = 1 എന്ന് പറയുന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് -1 1. ഈ ഐഗൻ വെക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഗൻ വെക്ടറിനകത്ത് വരുന്ന വാല്യൂസിനെ ഒരു കോമൺ ആയിട്ട് ഒരു സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ -4 + 4 ആണ് വന്നെന്ന് വിചാരിക്കുക. -4 + 4 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് 4 കൊണ്ട് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 4 കൊണ്ട് കംപ്ലീറ്റ് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിലും ഐഗൻ വെക്ടറിന്റെ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അതാണ് ഐഗൻ വെക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കമ്പൈൻ ആയിട്ട് ഡിവൈഡും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാംഡ = 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് -1 1. ഇനി അടുത്തൊരു ഐഗൻ വാല്യൂ കൂടെ ഉണ്ട്. എന്താണ്? ലാംഡ = 6. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ഇനി അടുത്ത് കണ്ടുപിടിക്കുക. അതായത് ലാംഡ = 6. ലാംഡ = 6 കണ്ടുപിടിക്കാനും ഇതേ സ്ഥാനത്ത് വരിക. ഏത്? ഇവിടെ ലാംഡയ്ക്ക് 6 കൊടുക്കുക. 5 - 6 അതെന്താണ്? -1. ദെൻ 4. ദെൻ അടുത്തെന്താണ്? 5 - 6 5 - 6 -1 4 1 2 - 6 2 - 6 -4 ദാറ്റ് ഈസ് 1 -4 ഇൻറ്റു ഇവിടെയും 2/2 മെട്രിക്സ് ആണ്. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, എന്താ സ്ക്വയർ മെട്രിക്സ് തന്നെ ആയിരിക്കും. സോ x y = 0. നൗ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് -x + 4y = 0, അല്ലെങ്കിൽ x - 4y = 0. -x + 4y = 0, അല്ലെങ്കിൽ x - 4y = 0. ഇത് രണ്ടും എന്താണ്? സിംബോളിക്കലി സെയിം തന്നെയാണ്. കാരണം ഈ -x അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ x = 4y എന്ന് കിട്ടും. ഇതിലാണെങ്കിൽ -4y റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ x = 4y എന്ന് കിട്ടും. സോ രണ്ടാമത്തെ ഏതെഴുതിയാലും കുഴപ്പമില്ല. സോ x = 4y എന്ന് എനിക്ക് എഴുതാമല്ലോ. എന്നിട്ട് അവിടുത്തെ കോഎഫിഷ്യന്റ് ഇവിടെ ഡിവൈഡ് ചെയ്ത് x/4 = y/1 അല്ലെ? ഒയുടെ പ്ലേസിൽ കിടക്കുന്ന കോഎഫിഷ്യന്റ് ഇങ്ങനെ താഴെ കൊണ്ടുവന്നു. x/4 എക്സിന്റെ പ്ലേസിലുള്ള കോഎഫിഷ്യന്റ് 1. സോ 1 y ഡിവൈഡഡ് ബൈ 1. സോ രണ്ടാമത്തെ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് x2 = 4 1. ആദ്യത്തെ ഐഗൻ വെക്ടർ ആണ് -1 1. രണ്ടാമത്തെ ഐഗൻ വെക്ടർ ആണ് 4 1. ഇതിനെ എനിക്ക് ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 4 ഉം 1 ഉം ആണ്, നമുക്കൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വലിയ നമ്പർ ആയി മാറുകയാണ്. സോ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ കൊണ്ടുവയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് ലാംഡ ഈക്വൽ ടു 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ആണ് 4 1 എന്ന് കിട്ടിയത്. ലാംഡ ഈക്വൽ ടു 1 എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് -1,1 എന്ന് പറയുന്ന ഐഗൻ വെക്ടർ കിട്ടിയത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഐഗൻ വാല്യൂസ് അതിന്റെ ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a - λi = 0. അതിനെ നമ്മൾ പിന്നെ സോൾവ് ചെയ്ത് ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. നമ്മളൊരു 2/2 മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ലാംഡയുടെ വാല്യൂസ് 2 വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. നമുക്ക് അവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂസ് 2 ആയിരിക്കും. ദെൻ ആ ലാംഡയുടെ വാല്യൂ 2 കിട്ടിക്കഴിഞ്ഞാൽ അത് ഓരോന്നിൽ നിന്ന് ലാംഡയുടെ ഓരോ വാല്യൂ സെലക്ട് ചെയ്തിട്ട് അത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇത്രയാണ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വരും സെഷനുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.